ചട്ടി തീ കത്തിച്ച് വെച്ചില്ലേ? വീഡിയോ എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് കടുകിട എണ്ണ ചൂടാവട്ടെ. കപ്പ കടുക് കുറക്കണം. ഉപ്പുമാവ് ഉണ്ടാക്കിയ കപ്പ കൊണ്ടല്ലേ. കപ്പ ഉപ്പിട്ട് വെന്തതാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് വെച്ചതാണ്. ഇത് നമ്മളെ പറമ്പിലെ കപ്പ തന്നെ. ചാക്കിനകത്ത കപ്പ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ചത്. കടുക് പൊട്ടിക്കഴിച്ചാണ്. വെളുത്തുള്ളി ഉള്ളി കൂടെ ചതച്ചതാണ്. പിന്നെ കരിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലവും. ചവിയനെ കപ്പ കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ. ഇല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്താലോ എന്താ സാധനം. ഗ്യാസ് കയറുന്ന പണി കിട്ടും. ഗ്യാസ് കൊണ്ട് ഒന്നുമില്ല, വന്ന് നിറയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അയ്യപ്പം വരുമ്പം ഇതുപോലെ കപ്പ വെന്തിങ്ങനെ ഉടച്ച് വയ്ക്കും. എന്നിട്ട് ചിലപ്പോൾ കുത്തി വേവിച്ച കപ്പ കാണില്ല അയ്യപ്പന് കൊടുക്കാൻ. അന്നേരം ഇതുപോലെ ഇങ്ങനെ ഉള്ളിലും ചതച്ച് ചുറ്റിപ്പണി കാണിക്കാറ് എളുപ്പമുണ്ടല്ലോ. അന്നേരത്തേക്ക് അങ്ങനെ ചെയ്തത് എൻ്റെ ഉള്ളിയൊക്കെ കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. കരിവേപ്പിലേക്ക് ക്ഷാമം. കരിവേപ്പ് പിടിച്ച് വെച്ചാൽ എങ്ങും പിടിക്കില്ല. അത് കാരണം കരിവേപ്പിലയില്ല. ഇതിപ്പോൾ ഒരു കുഞ്ഞ് കരിവേപ്പിലുണ്ടെന്ന് എന്നും എത്രയോ ആയിട്ട് നിൽക്കും. വെക്കുമ്പോൾ തൊട്ട് എല്ലാ കാലവും 10-12 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് നിൽക്കുന്ന കരിവേപ്പ ഞങ്ങളുടെ വീട്ടിൽ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ ഒട്ടും എരിവ് കൂട്ടത്തില്ല, വയറരി കൂട്ടാൻ പറ്റും. ഞാൻ കപ്പ ഇതിൽ ഇടാവോ എന്നറിയില്ല. ഒന്നിച്ച് ഈ കളറേ ഉള്ളൂ കേട്ടോ. ഈ മുളക് പൊടി ഇച്ചിരി കുറച്ചിട്ടാ. ഒന്നും ഇളക്കിയിട്ടില്ല. പിടിച്ചാൽ നിൽക്കുമോ അറിയില്ല. ബാക്കി കപ്പ പോകുന്നു. പാത്രം ചെറുതാണ്. ഉടച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ. ഓരോരോ കപ്പയായിട്ട് അങ്ങനെ എടുത്ത് കഴിക്കണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യില്ല. പിന്നെ ഞാൻ നല്ല വേവുന്ന കപ്പയാണ് നമ്മുടെ മുമ്പിൽ കുറച്ച് ഉടച്ചുകൊണ്ട് ഇത്തിരി ഉപ്പ് കൂടി ഇടാം. കപ്പയ്ക്ക് ഉപ്പിട്ട് വേവുന്നതാണ്. എന്നാലും ഇവന് കുറേ ഉപ്പ് വേണം. ഞാൻ ഉപ്പില്ലേലും ചെയ്തിരുന്നു. കപ്പ ഉപ്പുമാവ് റെഡി. ഇതിന് എങ്ങനെ വേണം പേരിടാൻ കേട്ടോ. ഞാനൊരു പേരങ്ങ് ഇട്ടതാണ്. അല്ലാതെ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിട്ട പേര് കപ്പ ഉപ്പുമാവാക്കിയാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്.